ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വആലിഹി വസഹ്ബിഹി വമൻ വാലാ വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വമിൻ ആയാതിഹി എന്ന് പറഞ്ഞതാണ് നമ്മളിവിടെ വിശദീകരിക്കുന്നത്. അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ, അത് ലിതസ്കുനു ഇലൈഹ വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. ഞാൻ പറഞ്ഞു വന്നത് വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, നിങ്ങൾ ഇണകൾക്കിടയിൽ, വജഅല ബൈനക്കും നിങ്ങൾ ഇണകൾക്കിടയിൽ അള്ളാഹു ഉണ്ടാക്കി, ജഅല ഉണ്ടാക്കി, മവദ്ദതൻ മവദ്ദത്തിനെയും വറഹ്മത്തൻ റഹ്മത്തിനെയും. നമ്മൾ പറഞ്ഞു മവദ്ദത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നേഹം, പിന്നെ സ്നേഹത്തിനപ്പുറം ചില ആശയങ്ങൾ അതിലുണ്ട്. അതേപോലെ റഹ്മത്ത്, അള്ളാഹു ദമ്പതികൾക്കിടയിൽ ഇണകൾക്കിടയിൽ ഉണ്ടാക്കിയ മവദ്ദത്ത്, അതേപോലെ റഹ്മത്ത് സ്നേഹം, അതേപോലെ റഹ്മത്ത് കാരുണ്യം. അത് എത്ര, എങ്ങനെ, അത് പിന്നെ മനസ്സിലാക്കാനുള്ള ചില ഉദാഹരണങ്ങളാണ് നമ്മൾ പറഞ്ഞത് പിന്നെ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ. നമ്മൾ റഹ്മത്ത് എന്ന കാരുണ്യം എന്ന് പറയും. പക്ഷെ കാരുണ്യം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ആശയത്തിൻ്റെ പൂർണ്ണത ലഭ്യമാണില്ല എന്നുള്ളതാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞത് ഒച്ച വെച്ചുള്ള കരച്ചിലല്ല, പക്ഷേ റസൂലുള്ളാഹിന്റെ മനസ്സ് വേദനിച്ചു, കണ്ണ് കലങ്ങി, കണ്ണീർ കണങ്ങൾ ഒലിച്ചിറങ്ങി. റസൂലുള്ളാഹിന്റെ പുത്രൻ ഇബ്രാഹിം എന്നവരുടെ അടുക്കൽ വെച്ചാണ് റസൂലുള്ളാഹി അങ്ങനെ കരഞ്ഞു. അപ്പോൾ കണ്ണ് ഇങ്ങനെ നിറഞ്ഞു ഒലിക്കണത് കണ്ടപ്പോൾ സഹാബി ചോദിച്ചു, റസൂൽ നിങ്ങൾ കരയുകയോ ചോദിച്ചു. കാരണം മരിച്ചോടത്ത് കരയാൻ പാടില്ലല്ലോ, ഒച്ചട്ടുള്ള കരച്ചിലാണ് പാടില്ലാത്തത്, അല്ലാതെ കരച്ചിൽ സ്വാഭാവികമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കണ്ണീറിനെ ചൂണ്ടി പറഞ്ഞത് എന്താ? ഇന്നഹ റഹ്മ, ഇന്നഹ റഹ്മ, ഇത് കരച്ചിലല്ല, ഇത് റഹ്മത്താണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ദമ്പതികൾക്കിടയിൽ, ഇണകൾക്കിടയിൽ നിശ്ചയിച്ച റഹ്മത്ത് എന്ന് പറഞ്ഞെങ്കിൽ ഇല്ല, അതിൽപ്പെട്ടതാണ് അതിൻ്റെ പിന്നെ പ്രതിഫലനാണ് ഈ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അതിൽ കരച്ചിൽ വന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല 100 റഹ്മത്ത് പടച്ചു. അതിൽ ഒരു റഹ്മത്തിനെയാണ് ഭൂമിയിലേക്ക് അവതരിപ്പിച്ചത്. ആ റഹ്മത്ത് കൊണ്ടാണ് പടപ്പുകൾ എല്ലാവരും എന്ത് ചെയ്യുന്നത്? പരസ്പരം കാരുണ്യം കാണിക്കുന്നത്. 99 റഹ്മത്ത് അള്ളാഹു അവൻ്റെ അടുക്കൽ അതെടുത്ത് വെച്ചിരിക്കുകയാണ്. അള്ളാഹു റഹ്മത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അത് സ്വർഗം നൽകുന്നവർക്ക്. അള്ളാഹു അവതരിപ്പിച്ച ഒരു റഹ്മത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വബിഹാ തർഹമുൽ ഖലായിഖ്, അതുകൊണ്ടാണ് പടപ്പുകളെല്ലാം എന്ത് ചെയ്യുന്നത്? പിന്നെ റഹ്മത്ത് കാണിക്കുന്നത്. പിന്നെ പറവകൾ ചിലതിനോട് റഹ്മത്ത് കാണിക്കുന്നത് പിന്നെ അതുകൊണ്ടാണ്. എന്നിട്ട് ഹദീസിൽ കാണാം, തർഫഉ ദാബത്തു ഹാഫിറഹ അൻ വലദിഹ, ഒരു തള്ളമൃഗം അതിൻ്റെ കുളമ്പ് കുട്ടിയിൽ നിന്ന്, അതിൻ്റെ കിടാവിൽ നിന്ന് അതിനെ ചവിട്ടാതെ ഉയർത്തുന്നുവെങ്കിൽ അതുവരെ എന്താണ്? റസൂലുള്ളാഹി പറയുന്നത് റഹ്മത്താണ് പറഞ്ഞു, അതുവരെ റഹ്മത്താണ്. അപ്പോൾ ഒരു കിടാവിന് ചവിട്ടേൽക്കാതിരിക്കാൻ തള്ളമൃഗം കാലുയർത്തുന്നുവെങ്കിൽ, കുളമ്പ് ഉയർത്തുന്നുവെങ്കിൽ അത് റഹ്മത്തെന്ന് പറഞ്ഞു. അപ്പോൾ ഈ റഹ്മത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതാണ്, അതേ റഹ്മത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച റഹ്മത്ത് എന്ത്, അതിൽ പ്രകടനങ്ങൾ ഇങ്ങനെ പലതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും വജഅല ബൈനക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കി, മവദ്ദതൻ കറകളഞ്ഞ സ്നേഹത്തെ, വറഹ്മത്തൻ അതേപോലെ തന്നെ റഹ്മത്തിനെയും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ റഹീം, അതൊക്കെ ഇതിൽ നിന്ന് വന്നതാണ് സംഭവം. റഹീം, റ പിന്നെ ഹ മീം അല്ല, പിന്നെ ഇതിൽ നിന്ന് ഈ 3 അക്ഷരങ്ങളിൽ നിന്ന് ക്രോഡീകൃതമാണ് ഈ ക്രിയയാകട്ടെ, അതേപോലെ തന്നെ നാമമാകട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ മുഷ്തഖാത്ത് എന്ന് പറയും, വിൽപ്പന്നങ്ങൾ. റഹീം എന്നതിൻ്റെ വിൽപ്പന്നങ്ങൾ, അതിൽ പിന്നെ ഗർഭപാത്രം, അതേപോലെ തന്നെ രക്തബന്ധം, കുടുംബബന്ധം, രക്തബന്ധം, അതൊക്കെ
ഇതിൽ നിന്ന് വിൽപ്പനയാണ്. പക്ഷെ അതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു റഹ്മത്ത് എന്ന് പറയുന്ന ഈ ഒരു വികാരം ഉണ്ടല്ലോ, അത് അതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഉൾക്കൊള്ളുന്നുണ്ട്. അത് പിന്നെ റഹിമിന്റെ വിഷയത്തിൽ ഇപ്പൊ ഉലുൽ അർഹാമി ബഅദുഹും ഔല ബിബഅദിൻ ഫീ കിതാബില്ലാഹ് തസാഅലൂന ബിഹി വൽ അർഹാം ഇന്ന അർഹം, അതൊക്കെ ഇത് ഉണ്ടായതാണ്. നിങ്ങൾ പറഞ്ഞ വിഷയം ഇപ്പോൾ അന്ത്യനാളുമായി ബന്ധപ്പെട്ട ഹദീസിൽ സിറാത്തിലൂടെ മുറിച്ച് കടന്നിട്ടാണ് പോവുക. ഈ സിറാത്തിൻ്റെ 2 ഭാഗങ്ങളിലായിട്ട് സിറാത്തിൻ്റെ 2 ഭാഗങ്ങളിലായിട്ട് ആര് നിൽക്കുന്നതാണ്? ഒന്ന് അമാനത്തും മറ്റൊന്ന് റഹിമും നിൽക്കും എന്നാണ്. അമാനത്തും റഹിമും. അങ്ങനെ കടന്നു പോകുന്നവർ അമാനത്ത് നിർവഹിച്ചവരാണ് എങ്കിൽ സല്ലിം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അത് പറയും. രക്തബന്ധം പുലർത്തി കുടുംബബന്ധം ചേർത്തിയവരാണെങ്കിൽ സല്ലിം എന്ന് പറഞ്ഞിട്ട് ഈ രക്തബന്ധവും ശുപാർശ പറയും എന്നുള്ള വിഷയമാണ്. അതല്ല നിങ്ങൾ ഉദ്ദേശിച്ചത്. എന്തായാലും ഈ റഹ്മത്ത് ഉണ്ടല്ലോ, അതിൻ്റെ ആ ധാതുവിൽ നിന്ന് വിൽപ്പനാണ്. ഇന്ന അവലമ ഖലഖല്ലാഹു അൽ ഖലം അങ്ങനല്ല. അത് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല റഹീമിനെ സൃഷ്ടിച്ചപ്പോൾ ലമ്മ ഖലഖല്ലാഹു റഹീം, റഹീമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചപ്പോൾ റഹീം നിന്നു എന്നാണ്. എന്നിട്ട് അള്ളാഹിനോട് പറഞ്ഞു ഹാദാ മഖാമുൽ ആഇദി മിൻ, പിന്നെ അള്ളാഹുവെ ഈ നൃത്തം നിന്നിൽ നിന്ന് അഭയം തേടുന്ന രക്ഷ തേടുന്ന നൃത്താണ് എന്നിട്ട് പിന്നെ റഹീം സംസാരിച്ചു എന്നാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല റഹീമിനോട് പറഞ്ഞു, പിന്നെ എന്നിൽ നിന്നുള്ള ഒരു ഉറപ്പ് നിനക്കുണ്ട്. അതെന്താണ്? മൻ വസലക്കി വസൽതുഹു വമൻ ഖതഅക്കി ഖതഅതുഹു, നിന്നെ ചേർത്തവർ ഞാൻ അവനോട് ബന്ധം ചേർക്കും, നിന്നെ മുറിച്ചവൻ ഞാൻ അവനോട് ബന്ധം മുറിക്കും. അത് റഹീമിനെ അള്ളാഹു പഠിച്ചപ്പോൾ റഹീം എഴുന്നേറ്റ് നിന്നിട്ട് അള്ളാഹിനോട് ചോദിച്ചപ്പോൾ അള്ളാഹ് നൽകിയൊരു ഉറപ്പാണ്. രക്തബന്ധം വിളക്കിയവനോട് അള്ളാഹു ബന്ധം വിളക്കും, രക്തബന്ധം മുറിച്ചവനോട് അള്ളാഹു ബന്ധം മുറിക്കും എന്നുള്ളത്. ഇത് ഇവിടെ ഈ അസ്വാജ് ഇണകൾക്കിടയിലുള്ള റഹ്മത്തിൻ്റെ വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല 3 കാര്യങ്ങൾ. ഒന്ന് അസുക്കൂൻ, എന്താ സുക്കൂൻ? സമാധാനം, ലിതസ്കുനു ഇലൈഹ. രണ്ടാമത്തേത് മവദ്ദത്ത്, മൂന്നാമത്തേത് റഹ്മത്ത്. ഇത് 3 ഇതാണ് ഈ ദാമ്പത്യ ജീവിതത്തിൻ്റെ പിന്നെ ഉദ്ദേശം, അടിസ്ഥാനമൊക്കെ ആയിട്ട് പറയപ്പെട്ടുള്ളത്. ഇത് സഫലീകൃതമാകണം എവിടെ? ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ, ദാമ്പത്യത്തിൽ. അപ്പോൾ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വജഅല ബൈനകും, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി എന്നുള്ളത് മവദ്ദത്തൻ വറഹ്മത്തൻ. അത് അള്ളാഹുവിൻ്റെ എന്താണ്? അള്ളാഹുവിൻ്റെ കനിവാണ്, അള്ളാഹിൻ്റെ സൃഷ്ടിപ്പാണ്. നോക്കി നിങ്ങൾ ചില പിന്നെ കല്യാണം നടന്നിട്ടുണ്ടെങ്കിലല്ലോ, പിന്നെ അറിയിക്കൂടുമ്പോഴായിരിക്കും ആദ്യമായിട്ട് കാണുക. ചിലപ്പോൾ ഇപ്പോൾ ഓൺലൈനായിട്ടൊക്കെ നിക്കാഹ് നടത്തുമ്പോൾ അല്ലേ, ഓൺലൈനായിട്ട് കണ്ടിട്ടുണ്ടാവുക. കല്യാണം ഉറപ്പിച്ചിട്ട് അല്ലെങ്കിൽ വക്കീലിനെ വെച്ചിട്ട് കല്യാണം ഉറപ്പിച്ചിട്ട് ഇവർ കാണുന്നത് ആ ഫസ്റ്റ് നൈറ്റിലായിരിക്കും, അല്ലെങ്കിൽ മണിയറയിൽ വെച്ചായിരിക്കും അല്ലേ. പക്ഷെ എന്തുണ്ടാണ്ട് ഈ സുക്കൂനും അതേപോലെ തന്നെ ഈ മവദ്ദത്തും റഹ്മത്തൊക്കെ വരുന്നില്ലേ. പറയുമ്പോൾ വളരെയധികം അന്യം പാലിച്ച് അകലം സൂക്ഷിച്ച് അല്ലേ. ചില സ്ത്രീകളൊക്കെ പുരുഷന്മാരെ അപേക്ഷിച്ച് വളരെയധികം എന്തായിരിക്കും പാതിവൃത്യം കാത്ത് സൂക്ഷിച്ച് ഒരു അന്യനെ പോലും നോക്കാതെയൊക്കെ ജീവിച്ചവരായിരിക്കും. അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് എന്ത് ചെയ്യണത്, ഒരു പിന്നെ ആണിൻ്റെ അടുക്കലേക്ക് ഒരു നിക്കാഹിലൂടെ വരുന്നത്. പിന്നെ ആ നിക്കാഹിലൂടെ എന്ത് ചെയ്യണം, ഇതൊക്കെ സഫലീകൃത അല്ലേ. ഇവിടെ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല കനിയാണ്. ഇത് അള്ളാഹു എന്താണ്? മവദ്ദത്തും റഹ്മത്തും ജഅല ബൈനകും. ഇതാരാ ഉണ്ടാക്കുന്നത്? ഇത് പിന്നെ ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുന്നത്, ഭാര്യ ഭർത്താവിന് കൊടുക്കുന്ന ഒരു വിഷയമല്ല പറയുന്നത്. ഇത് അള്ളാഹു ഉണ്ടാക്കണതാണ് പറയുന്നത്. ഇത് അള്ളാഹു ഉണ്ടാക്കുന്നു. അതൊരു അത്ഭുതമായിട്ട് നമ്മൾ കാണുന്നതാണ്. അതിനൊരു അതാ വിഷയം ഞാൻ പറഞ്ഞത്. എന്ത് വേണം? അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിന് നമ്മൾ സൂക്ഷിക്കണം, നമ്മളതിനെന്ത് ചെയ്യണം? പോഷിപ്പിക്കണം എന്നുള്ളതാണ്. നമ്മളതിനെ സൂക്ഷിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് പറഞ്ഞത്, ലാ യഫ്റുഖു മുഅ്മിനുൻ മുഅ്മിനതൻ, ഒരു വിശ്വാസിയും ഒരു വിശ്വാസിനെയും എന്ത് ചെയ്യാൻ പറ്റില്ല, പാടുള്ളതല്ല,
യഫ്റുഖു എന്ന് പറഞ്ഞിട്ടിങ്ങനെ പറ്റ വെറുത്ത് ചവിട്ടിത്താത്ത എന്നുള്ളത് പാടുള്ളതല്ല. ഇൻ റദിയ മിൻഹാ ഖുലുഖുൻ ഇൻ സഖിത മിൻഹാ ഖുലുഖുൻ ഖുലുഖൻ റദിയ മിൻഹാ ആഖർ. ഒരു സ്വഭാവം അവളുടേത് ദൂഷ്യമാണ് എങ്കിൽ, നമുക്ക് അരോചകം ഉണ്ടാക്കണമെങ്കിൽ മറ്റൊന്ന് ആകർഷകം ഉണ്ടാക്കണമായിരിക്കും. ഒന്ന് നമ്മൾ വെറുപ്പിക്കുന്നതാണെങ്കിൽ മറ്റൊന്ന് തൃപ്തിപ്പെടുത്തുന്നതായിരിക്കും എന്ന് പറഞ്ഞത്. അതെന്തിനാ റസൂലുള്ളാഹി പറഞ്ഞത്? നമ്മളെപ്പോഴും ഒരു സന്തുലിതത്വം നിലനിർത്താനും ഒരു മിതത്വം പാലിക്കാനുമാണ്. ഒരു സംഭവം ഞാൻ ഇടയ്ക്ക് മുമ്പ് എനിക്കൊന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. ഹജ്ജ് വേളയിൽ ഉമർ റളിയല്ലാഹു അൻഹു ഹജ്ജ് ചെയ്യാണ്. അപ്പോൾ ഒരു അറാബി ഒരു പെണ്ണിനെ പുറത്തിട്ടിട്ട് തവാഫ് ചെയ്യുന്നു. പെണ്ണിനെ പുറത്ത് ഏറ്റിയിട്ട് തവാഫ് ചെയ്യുന്നു. പുറത്തെങ്ങനെ ഏറ്റിന്ന്? ഈ തട്ടാലൊട്ടി ഏറ്റി അറിയില്ലേ, കൈ ഇങ്ങനെ വെച്ചിട്ട് കാലിന് അങ്ങനെ. എന്നാലോചിച്ച് നോക്കിയേ, ഒരു സ്ത്രീയെ ഏറ്റിയിട്ട് ഒരാണ് തവാഫ് ചെയ്യണം. ആരായിരിക്കും സ്ത്രീ? ഉമ്മ. നമ്മളെ മനസ്സിൽ ഉമ്മയാണ് വരിക. കാരണം അങ്ങനെ സംഭവങ്ങളുണ്ട്. അത് ഇബ്നു ഉമറിൻ്റെ കേസിലാണ്. ഇതിൻ്റെ ഉമ്മയാണ്, ഞാൻ അവർക്ക് പുണ്യം ചെയ്തോ, അവർക്കുള്ള പ്രതിഫലം നൽകിയെന്ന് ചോദിച്ചപ്പോൾ ഇല്ല, പ്രസവ വേദനയിൽ ഒരു നൊമ്പരം അതിന് തുല്യമായിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരി. ഇതല്ല, ഇത് കേസ്. ഉമർ ചോദിക്കാണ്, കാബ ചൂണ്ടിട്ട് ചോദിക്കാണ്, റബ്ബി ഹാദിഹിൽ ബനിയ ബിന, ഈ കാബത്തിൻ്റെ റബ്ബാണ് സത്യം, നിങ്ങൾ പുറത്തേറ്റിട്ട് ഹജ്ജ് ചെയ്യണ ഈ പെണ്ണ് ആരാന്ന് ചോദിക്കാണ്. അപ്പോൾ അയാൾ പറയുന്നത് ഇമ്രാത്തി, ഇതിൻ്റെ ഭാര്യയാണെന്ന് പറയുന്നത്. ഭാര്യനെ പുറത്തേറ്റിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഹജ്ജ് ചെയ്യണത്. അപ്പം ഉമറിന് ഭയങ്കര അത്ഭുതം, ഇങ്ങനെ ഭാര്യനെ പുറത്തേറ്റിട്ട് ഹജ്ജ് ചെയ്യണുണ്ട്. അപ്പോൾ ഉമറിനോട് എന്നിട്ട് പിന്നെ അയാൾ പറയാണ്, ഞാൻ ഇവളെ പുറത്തേറ്റിട്ട് ഞാൻ ഹജ്ജ് ചെയ്യുന്നുണ്ടെങ്കിലും ഇന്നഹ ഹംഖാഉ മിർഗാമ അഖൂലുൽ ഖാമ ലാ തുബ്ഖിലനാ ഹാമ. എന്താ, ഞാൻ പുറത്ത് ഇട്ടിട്ട് ഹജ്ജ് ചെയ്യണ ഈ പെണ്ണുണ്ടല്ലോ ഇവള്, എൻ്റെ ഭാര്യ, ഇന്നഹ ഹംഖാഉ മിർഗാമ. ഹംഖാഉ മിർഗാമ എന്ന് പറഞ്ഞാൽ, ഹംഖ എന്ന് പറഞ്ഞാൽ അഹ്മഖ്, ഹംഖിൽ എന്ന് പറഞ്ഞാൽ പൊട്ടത്തിയാണ്. മിർഗാമ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ അരിശം പിടിപ്പിക്കും. മിർഗാമ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ചൂട് കയറ്റും, ഇങ്ങനെ വർത്താനം കാര്യങ്ങളൊന്നും ഒരു നല്ല രീതിയിലുള്ള. അതുകൊണ്ട് എനിക്കിങ്ങനെ എപ്പോഴും മിർഗാമ. വേറെ രീതിയിൽ മിർആമ എന്നാണ്. മിർആമ എന്ന് പറഞ്ഞാൽ റുആം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കേലൊലിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ടത്ര ഒരു വൃത്തിയില്ല എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഇങ്ങനെ പ്രയാസം ഉണ്ടാക്കും സംസാരത്തിൽ. പിന്നെ അക്കൂലുൻ കാമ. അക്കൂലുൻ കാമ എന്ന് പറഞ്ഞാൽ വടിച്ചൂട്ടി തിന്ന് പെരും തീറ്റയാണ് നല്ലോണം തിന്നാൻ വേണം എന്നുള്ള അർത്ഥത്തിൽ. അക്കൂലുൻ കാമ ലാ തുബ്ഖിലനാ ഹാമ. ലാ തുബ്ഖില, ഈ ഹാമത്തുണ്ടെങ്കിൽ ഹമീം, അടുത്ത ബന്ധുക്കൾ, ഇഷ്ടക്കാർ, അവരൊന്നും മെസ്സേജ് എന്നാൽ ആരും പെരേക്ക് അടുപ്പിച്ചില്ല, ബന്ധുക്കളെ ഒന്നും വെറുപ്പിച്ചു വിടും എന്നുള്ളതാണ്. അതാണ് പറയണത് ഉമറിനോട്. അപ്പോൾ ഉമർ പറയാണ്, ഇതൻ ലിമലാത്തു തല്ലിക്കുക, അങ്ങനെയാണെന്ന് വെച്ചാൽ എന്താ നിങ്ങളെന്താ തലാക്കല്ലി ഒഴിവാക്കാത്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അറാബി പറയാണ്, ഇന്നഹ മഅദാലിക ഹസ്ന ഉലാ തുഫ്രഖ് ദാതു ബനീൻ ലാ തുത്രഖ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവള് സുന്ദരിയാണ്, അതുകൊണ്ട് തന്നെ ഒഴിവാക്കാൻ വയ്യ. പിന്നെ കുട്ടികളുണ്ട്, സുന്ദരിയാണ്, അതുകൊണ്ട് തന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വയ്യ. കുട്ടികളുണ്ട്, അതുകൊണ്ട് ഒഴിവാക്കാനും വയ്യ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഉമർ പറഞ്ഞു എന്നാണ്, ഇതൻ അലൈക ബിഹ, എങ്കിൽ അവരായിട്ട് ജീവിച്ചോ, നല്ല രീതിയിൽ ജീവിച്ചോ എന്ന് പറഞ്ഞ് വിട്ടു എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഇപ്പം ഇതിൽ നോക്കിയാൽ അവർക്ക് കുറേ ചില ദൂഷ്യവശങ്ങളുണ്ട്, പക്ഷേ ഇയാൾ സഹിക്കണത് എന്തുകൊണ്ടാണ്? അപ്പുറത്ത് ഹസ്നാഉ ലാ തുഫ്രഖ് ദാതു ബനി ലാ തുത്രഖ്. മനസ്സിലായല്ലോ? ഏതായാലും ഈ ഒരു റഹ്മത്തിനെയും മവദ്ദത്തിനെയും സൂക്ഷിക്കുക എന്നുള്ളത്. ചിലർ പറഞ്ഞ് മവദ്ദത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദമ്പതികൾ ശാരീരികമായി ഒക്കെ പ്രാപിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുമ്പോഴാണ് ആ സ്നേഹം, അത് അല്ലാഹു ഉണ്ടാക്കി. റഹ്മത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പിന്നെ കുട്ടികളുണ്ടായി, ഗർഭധാരണം, സന്താന ഉത്പാദനം, അപ്പോഴാണ് ആ വികാരം.
അത് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്, മവദ്ദത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇപ്പോൾ ഭാര്യമാരോടൊത്ത് ലൈംഗിക ചേഷ്ടകൾ ജീവിക്കുന്ന കാലഘട്ടത്തിലുണ്ടാകുന്ന ആ ഒരു പാരസ്പര്യം ഉണ്ടല്ലോ, വികാരത്തിൻ്റെ പാരസ്പര്യം, അതിന് വ്യത്യസ്തമായിരിക്കും സന്തതികൾ ഉണ്ടാകുന്ന വികാരം. ശരി, അത് രണ്ടും അള്ളാഹുവിൻ്റെ സമ്മാനമാണ്. ജാലബൈനക്കും, അത് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അതിനെന്ത് വേണം? അതിന് പാരസ്പര്യം, ദമ്പതികൾക്ക് ഒരു പാരസ്പര്യം ഉണ്ടാവണം. നമ്മൾ ഈ ഇതിൽ ഉമറിൻ്റെ സംഭവത്തിൽ കേട്ടതുപോലെ ചില സ്ത്രീകൾ പ്രകൃതം തീർത്തും പുരുഷൻ്റെ പ്രകൃതത്തിന് വ്യത്യസ്തമായിരിക്കും. നേരെ മറിച്ചു. അതിൻ്റെ ചരിത്രം പറഞ്ഞെങ്കിൽ നമ്മളെ ക്ലാസ് ഇങ്ങനെ പോകും. ഞാൻ ഹിന്ദ് റളിയല്ലാഹു തആല ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഹിന്ദ് ബിന്തു ഉത്ബ, ആരാ ഹിന്ദ് ബിന്തു ഉത്ബ? അബൂ സുഫിയാൻ്റെ ഭാര്യ. ആരമ്മ? ലാലാ, അങ്ങനെ പറയാൻ പാടില്ല. എന്തായാലും ഓക്കെ. മുആവിയ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഉമ്മ ഈ ഹിന്ദ് ബിന്തു ഉത്ബ, ഈ പറഞ്ഞ ഉഹുദിലൊക്കെ അവരുടെ വിഷയം ശരിയാണ്. പക്ഷേ ഈ ഹംസ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കരൾ മാത്രം കടിച്ചു തുപ്പി അല്ലെങ്കിൽ വികൃതമാക്കി എന്നുള്ളത് ഹംസയുടെ മാത്രമല്ല, എല്ലാവരെയും വികൃതാക്കിയിട്ടുണ്ട്, എല്ലാവരും ഇത് ചെയ്തിട്ട്. പക്ഷെ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കൂടുതൽ രൂക്ഷമായിട്ട് ചെയ്തു. ഹംസയെ വധിക്കാൻ വേണ്ടിയിട്ട് വഹ്ശിയെ കൊണ്ടുവന്നതൊന്നും ഹിന്ദല്ല. വഹ്ശിയെ കൊണ്ടുവന്നത് ജുബൈർ ബിൻ മുത്തൈമാണ് കൊണ്ടുവന്നത്, സ്വാതന്ത്ര്യം നൽകാൻ വാഗ്ദാനം ചെയ്തത്. കാരണം ജുബൈർ ബിൻ മുത്തൈമിൻ്റെ പിതൃ സഹോദരൻ മുത്തൈമയെ ഹംസത്ത് ബദറിൽ കൊന്നതിൻ്റെ പകരം തീർക്കാനാണ് ജുബൈർ റളിയല്ലാഹു അൻഹു ജുബൈർ ബിൻ ഇസ്ലാം സ്വീകരിച്ചു. ജുബൈർ ബിൻ മുത്തൈം വഹ്ശിനെ കൊണ്ടുവന്നത്. ഏതായാലും ഹിന്ദിനെ പോലുള്ളവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉഹുദിലൊക്കെ നല്ല മുസ്ലിമീങ്ങളോട് കണക്ക് തീർത്തിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചിട്ട് പിന്നീട് എല്ലാവരും ഇപ്പം ഹിന്ദുവും അബൂ സുഫിയാനും ഒക്കെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി ഇന്നലകൾ പൊറുക്കപ്പെട്ടു, അല്ലേ? ഇന്നലകൾ പൊറുക്കപ്പെട്ടു. അള്ളാഹു അവരുടെ ഇസ്ലാം കബൂലാക്കി, അവരൊക്കെ സഹാബിമാരായി. പിന്നെ നമ്മളിനി അവരെ കുറിച്ച് ചെയ്യാൻ പാടുള്ളതല്ല, മോശം വിചാരങ്ങൾ വെക്കാൻ പാടുള്ളതല്ല. ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ മക്ക ഫതഹിന് അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിച്ച വിവരം അറിയാണ്. അബൂ സുഫിയാൻ ആദ്യം ഇസ്ലാം സ്വീകരിച്ചു. റസൂലുള്ള മക്ക ഫതഹിന് വരുമ്പോൾ മറു ബഹ്റാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ വെച്ചിട്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊണ്ടുവരാണ് അബൂ സുഫിയാനെ. അതുവരെ ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവാണ് അബ്ബാസ് കൊണ്ടുവരാണ്. എന്നിട്ട് അബ്ബാസ് പറയാണ്, റസൂലെ അബൂ സുഫിയാൻ ഇങ്ങനെ ഒരു ഈ ഫഖർ ഇഷ്ടപ്പെടും, ആളുകൾക്കിടയിൽ അദ്ദേഹത്തിനൊരു സ്ഥാനം വക വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പ്രമാണിയാണ്. അപ്പോഴാണ് റസൂലുള്ള പറയുന്നത്, ആരെങ്കിലും അബൂ സുഫിയാൻ്റെ വീട്ടിൽ പ്രവേശിച്ചാൽ അവർ നിർഭയനാണെന്ന് പറയുന്നത്. അബൂ സുഫിയാൻ്റെ വീട്ടിൽ പ്രവേശിച്ചാൽ എന്ന് പറയുന്നത് ഇത് അബൂ സുഫിയാനോട് പറയാണ്, നിങ്ങളെ വീട്ടിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ നിർഭയനാണ്. അപ്പോൾ അബൂ സുഫിയാൻ അതൊരു അംഗീകാരമായല്ലോ. 10,000 ആളുകൾ ഖുറൈശി നേതാക്കന്മാർ, അവരിൽ അബൂ സുഫിയാനെ മാത്രം റസൂലുള്ള പരാമർശിച്ചപ്പോൾ അതൊരു വലിയ ഒരു അംഗീകാരമായി അദ്ദേഹം കണ്ടു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് അബൂ സുഫിയാൻ എന്ത് ചെയ്യണം, മക്കത്തേക്ക് വരികയാണ്. ഈ മറുദഹാലിന് ആളുകളുടെ അടുക്കലേക്ക് വരുന്നുണ്ട്. ആളുകളോട് പറയുന്നത് എന്താണ്? അബൂ സുഫിയാൻ വന്നിട്ട് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, മെൻ ദഖല ദാറ അബീ സുഫിയാൻ ഫഹുവ ആമിൻ, അബൂ സുഫിയാൻ്റെ വീട്ടിൽ പ്രവേശിച്ചവൻ നിർഭയനാണെന്ന് പറഞ്ഞിട്ട് പറയുന്നു. റസൂലുള്ള അത് മാത്രമല്ല പറഞ്ഞില്ല, റസൂലുള്ള പറഞ്ഞിട്ട് മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചവൻ നിർഭയനാണ്, സ്വന്തം വീട്ടിൽ കഥകടച്ചിരിക്കുന്നവൻ നിർഭയനാണ്, ആയുധം വെച്ച് നിലത്തിരിക്കുന്നവൻ നിർഭയൻ, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അബൂ സുഫിയാൻ അത് പറയില്ല. അബൂ സുഫിയാൻ എന്തേ പറയുന്നുള്ളൂ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. എന്തായാലും അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിച്ചിട്ട് പിന്നെ വരികയാണ്, ആളുകളുടെ മുമ്പിൽ വന്നിട്ട് ഇത് പറയാണ്, ഞാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ പ്രവേശിക്കുന്നവൻ നിർഭയരാണെന്ന് പറയുമ്പോൾ ഹിന്ദു വരികയാണ്, ഭാര്യ വരികയാണ്. ഹിന്ദു ഇസ്ലാം സ്വീകരിച്ചില്ല. ഹിന്ദു അപ്പോഴും പണ്ടത്തെ വിരോധവും ശത്രുതയും ആയിട്ടാണ് വരുന്നത്. എന്നിട്ട് ഹിന്ദു പറയുന്ന അറിയുള്ളൂ, ഉഖ്തുലു ഹാദൽ ഹമത് അദ്ദസം എന്നാണ് പറയുന്നത്. ഹമത് അദ്ദസം എന്ന് പറഞ്ഞെങ്കിൽ നെയ്യിൻ്റെ ബീപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ഉസ്മാൻ തടിച്ചുകൊണ്ടായിരുന്നു പറയുന്നത്, ഉഖ്തുലു ഹാദൽ ഹമത് അദ്ദസം, ഈ തടിച്ചു കൊഴുത്ത ബീപ്പയെ കൊല്ലാൻ പറയാം. ഉസ്മാനെ കൊല്ലാൻ അതെങ്ങനെ പറയണത്? മീശ പിടിച്ചിട്ട്. അബൂ സുഫിയാന് മീശ ഉണ്ടായിരുന്നു എന്നുള്ള ആ അഹദത് ഷാരിബഹു എന്നാണ്. അബൂ സുഫിയാനെ മീശനെ പിടിച്ചിട്ട് ആളുകളുടെ മുമ്പിൽ പറയുന്നത് ഉഖ്തുലു ഹാദൽ ഹമത് അദ്ദസം എന്ന് പറഞ്ഞത്. പക്ഷേ അബൂ സുഫിയാൻ പിറ്റേന്ന് പിന്നെ ഹിന്ദു ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അത് നോക്കി ഇത് ഇവിടെ വെച്ചാണ് ആളുകൾ ആയിരങ്ങൾ
എന്നാൽ ആ മക്കൻ്റെ ഇതിനെ തുടർന്നാണ് മക്കൾ ഫത്ത് പിന്നെ വരുന്നത്, അവിടെ വെച്ചാണ് ചെയ്യുന്നത്. പക്ഷെ അബൂ സുഫിയാൻ ഇളകിയില്ല. അപ്പോൾ അബൂ സുഫിയാൻ ഭയങ്കര, അബൂ സുഫിയാൻ പറഞ്ഞത് ലാ അയ്യുഹന്നാസ് ലാ തഗുറന്നകും ഹാദിഹി അൻ അൻഫുസിക്കും, ജനങ്ങളെ ഇവള് നിങ്ങളെ വഞ്ചിതരാക്കാതിരിക്കട്ടെ. നിങ്ങൾക്ക് ആർക്കും തടുത്തു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ആളുകളാണ് വരുന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടരും വരുന്നത്. അതുകൊണ്ട് ആരും വഞ്ചിതരാകണ്ട, എൻ്റെ വീട്ടിൽ പ്രവേശിക്കുന്നവർ നിർഭയരാണ് എന്ന് അബൂ സുഫിയാൻ അവിടെ വെച്ച് പറയാം. ഏതായാലും പിന്നീട് എന്ത് ചെയ്തു? പിന്നീട് പിറ്റേന്ന് ഇസ്ലാം സ്വീകരിച്ചു. റളിയല്ലാഹു അൻഹു. ഹിന്ദിൻ്റെ മകനായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹു. അബൂ സുഫിയാനിന് ഹിന്ദിലല്ലാതെ ഒരു മകൻ ഉണ്ടായിരുന്നു, യസീദ് ബിൻ അബി സുഫിയാൻ. അബൂ സുഫിയാനിന് ഹിന്ദിലല്ലാതെ മറ്റൊരു ഭാര്യയിൽ ഉണ്ടായ മകനായിരുന്നു യസീദ് ബിൻ അബി സുഫിയാൻ. വലിയ സഹാബിയാണ്, ശ്രേഷ്ഠനായ മഹാനായ സഹാബിയാണ് അദ്ദേഹം. പിന്നെ അബൂബക്കറിന്റെ ഖിലാഫത്തിൽ അദ്ദേഹം നിയോഗിച്ച സർവ്വ സൈന്യാധിപരിൽ ഒരാളായിരുന്നു ഈ യസീദ് ബിൻ അബി സുഫിയാൻ. അങ്ങനെ അദ്ദേഹം ഷാമിൽ വെച്ച് മരിച്ചു. അംവാസ് എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായ കോളറുണ്ടല്ലോ, പകർച്ചവ്യാധി, അതിലാണ് യസീദ് ബിൻ അബി സുഫിയാൻ മരിക്കുന്നത്. യസീദ് ബിൻ അബി സുഫിയാൻ അവിടെ ഈ കോളറ ബാധിച്ച് മരിച്ച വിവരം ഉമർ അറിഞ്ഞപ്പോൾ ഉമർ വരികയാണ് അവിടേക്ക്, വാപ്പാക്കും ഉമ്മാക്കും അനുശോചനം രേഖപ്പെടുത്താൻ. ആരാ വാപ്പ? അബൂ സുഫിയാൻ. ഇത് ഉമറിൻ്റെ ഖിലാഫത്തിൽ. അപ്പോൾ പിന്നെ ഉമർ വന്നു, അമീറുൽ മുഅ്മിനീൻ വന്നിട്ട് വാതിൽ മുട്ടി. അപ്പോൾ ഹിന്ദാണ് തുറക്കുന്നത്. അപ്പോൾ അതിന് അബൂ സുഫിയാൻ വെച്ചു. അബൂ സുഫിയാൻ അവിടെ ഉണ്ട്, അറിയാം, വീട്ടിലുണ്ട് എന്ന് പറയാം. അപ്പോൾ ഉമർ പറഞ്ഞു, പിന്നെ ഇസ്ബിറ വഹ്തസിബ എന്നാണ് അതിൻ്റെ അർത്ഥം, ക്ഷമിക്കുക, അള്ളാഹുവിൽ നിന്ന് കൂലി പ്രതീക്ഷിക്കുക. അപ്പോൾ ഹിന്ദു ഉടനെ ചോദിക്കാണ്, ഫീമൻ, ആരുടെ വിഷയത്തിൽ ചോദിക്കണം. അപ്പോൾ ഉമർ പറയാണ് യസീദ് ബിൻ അബി സുഫിയാൻ, അബൂ സുഫിയാൻ്റെ മകൻ യസീദിൻ്റെ വിഷയത്തിൽ. അപ്പോൾ 37 മകനല്ല, നേരിട്ട് മകനല്ല. അപ്പോൾ ഉടനെ ഹിന്ദി ചോദിക്കാണ്, പിന്നെ മൻ ജഅൽത മക്കാന അമലിഹി എന്നാണ്. എന്താ? യസീദ് മരിച്ച്, ഇനി യസീദിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ ആരെയാണ് ആക്കിയിട്ടുള്ളത് ചോദിക്കണം. ഷാമിൻ്റെ ഗവർണറായിട്ട് വന്ന് യസീദ് ബിൻ അബി സുഫിയാൻ, ആ സ്ഥാനത്ത് ആരാക്കിയെന്ന് ചോദിക്കാണ്. അപ്പോൾ ഉമർ പറയാണ് മുആവിയ, ഞാൻ മുആവിയയാണ് ആക്കിയെന്ന് പറയണം. അപ്പോൾ മഹദി ഉമറിന് വേണ്ടിയിട്ട് ദുആ ചെയ്തിട്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അപ്പോഴാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നത്. മുആവിയ ആരാ? ഇവർ 37 മുആവിയ സ്വന്തം മകൻ, നേരിട്ടുള്ള മകൻ. മുആവിയനെ ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉമറിന് വേണ്ടിയിട്ട് അള്ളാഹു പിന്നെ നിങ്ങളെ നല്ല രീതിയിൽ കുടുംബബന്ധം ചേർത്തുന്നവനാക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ദുആ ചെയ്തിട്ട് പിന്നെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. സ്വന്തം മകൻ ഷാമിൻ്റെ ഗവർണറാകുക എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു സ്ഥാനമല്ലേ. ഏതായാലും ഹിന്ദ് റളിയല്ലാഹു തആല പിന്നെ അത് ഉണ്ടല്ലോ, ഈ ഉമ്മമാർ, ചരിത്രത്തിൽ ഉമ്മമാർ മക്കളുടെ വിഷയത്തിൽ മനസ്സ് വെച്ചത്, മക്കൾ പിന്നെ ഉന്നതി നേടുന്നതിൽ, മക്കൾ സ്ഥാനം നേടുന്നതിലൊക്കെ ഉണ്ടായിരുന്ന ആ അമ്മമാരുടെ ഒരു ഉണ്ടല്ലോ, ആ ഒരു താല്പര്യം, അതിനുവേണ്ടിയുള്ള പൂതി, ദുആ, അതൊക്കെയാണ് നമ്മൾ ഇതിൽ വായിക്കുന്നത്. അല്ലുമ്മു മദ്രസത്തുൻ ഇൻ ആദത്ത ഷാബൻ തയ്യിബൽ അത്ബാഖി എന്നല്ലേ പറഞ്ഞു, ആറാഖി. ഉമ്മ മദ്രസയാണ്. ഇൻ ആദത്തഹ, അതുകൊണ്ട് ഉമ്മനെ എന്ത് ചെയ്യണം? ശരിക്കും ഒരുക്കണം. നമുക്ക് കല്യാണം കഴിക്കുമ്പോൾ തന്നെ മദ്രസയാകാൻ പോണ ആളാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നല്ല ഒരു സ്ത്രീയായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്, മദ്രസ ആക്കാൻ പറ്റിയ. അതിനെ ഒരുക്കിയിട്ടില്ലെങ്കിൽ ആദത്തെ ഷാബൻ തയ്യിബൽ ആറാഖി എന്നാണ്. നല്ല പിന്നെ ഒരു കുടുംബമുള്ള ഒരു ജനത്തെ ഒരുക്കാൻ നിനക്ക് സാധിക്കും എന്ന് കവി പറയണം, ഹാഫിദ് ഇബ്രാഹിം ബക്ർ. ഏതായാലും ഇവിടെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ഈ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ അവരുടെ ഒരു പിന്നെ വിഷയം, അവിടെ ഭർത്താവിൻ്റെ മീശക്ക് പിടിച്ചിട്ടാണ്. അന്ന് അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല കേട്ടോ, പിറ്റേന്നാണ് ഇസ്ലാം സ്വീകരിക്കണം. മീശ പിടിച്ചിട്ട് നിർത്തിയിട്ടാണ് പറയുന്നത് ഉഖ്തുലു ഹാദ ഹമത് അദ്ദസം എന്ന്, ഈ തടിയനെ കൊല്ലു ഭർത്താവിനെ വെച്ചിട്ട്. പക്ഷെ അബൂ സുഫിയാൻ ഇളകിയില്ല. അബൂ സുഫിയാൻ കാരണം ആ സന്ദർഭം അതാ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബന്ധങ്ങൾ അത് പൊരുത്തത്തിൽ നിലനിന്ന് പോകണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ ഒരു പാരസ്പര്യം
അതുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഈ മവദ്ദത്തും റഹ്മത്തും അത് പിന്നെ വൈവാഹിക ജീവിതത്തിൽ നിലനിൽക്കാനും തുടരാനും ഒക്കെ എന്നുള്ളതാണ്. അല്ലാ കുല്ലിൻ അതൊരു പിന്നെ വലിയൊരു വിഷയമാണ്, മവദ്ദത്തിൻ്റെയും റഹ്മത്തിൻ്റെയും വിഷയം. നമ്മൾ അത് പിന്നെ എങ്ങനെ എത്ര എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഉദാഹരണമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു രാത്രി അവസ്ഥാവിശേഷങ്ങൾ അന്വേഷിച്ച പിന്നെ ആളുകൾ പാർക്കുന്നതിന് ആ ഭാഗത്തൂടെ നടക്കുമ്പോഴാണ് ഒരു സ്ത്രീ തതാവല ഹാദൽ ലൈലു വസ്വദ്ദ ജാനിബു ലഅറാഖനി അല്ലാ സദീഖുൻ ഉലാഇബു ഫവല്ലാഹി ലൗലല്ലാഹി ഇന്നി അഖാഫുഹു ലഹറക മിൻ ഹാദസ് സരീരി ജവാനിബു എന്നൊരു പെണ്ണ് പാടാണ്. ഒരു വീട്ടിൻ്റെ അകത്ത് നിന്ന് ഉമർ കേൾക്കുകയാണ്. തതാവല ഹാദൽ ലൈലു വസ്വദ്ദ ജാനിബു, ഈ രാത്രി ഏറെ നീണ്ടുപോയി, ഇതിൻ്റെ ഇരുളും നീണ്ടുപോയി. ലഅറാഖനി അല്ലാ സദീഖുൻ ഉലാഇബു, പക്ഷെ രാത്രി ഏറെ നീണ്ടുപോയിട്ടും എനിക്ക് ഉറക്കം വരുന്നില്ല. ലഅറാഖനി, എൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തി. എൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയത് അല്ലാ സദീഖുൻ ഉലാഇബു, ഈ കട്ടിലിൽ കിടന്ന് എന്നോടത്ത് ശൃംഗരിക്കാൻ എനിക്കൊരു തുണയില്ല എന്നതിനാൽ. എന്നിട്ട് പറയുന്നത് ഫവല്ലാഹി ലൗലല്ലാഹ് ഇന്നി അഖാഫുഹു, അള്ളയാണ് സത്യം, അള്ളാനെ ഞാൻ ഭയന്നില്ലായിരുന്നുവെങ്കിൽ ലഹറക മിൻ ഹാദ സരീരി ജവാനിബു, ഈ കട്ടിലിനെ ഞാൻ വേറൊരാളെ കൊണ്ട് ഇളക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരാളെ ഞാൻ ഈ കട്ടിലിൽ ശയിക്കാൻ തേടുമായിരുന്നു എന്നൊരു പെണ്ണ് പാടാണ്. ഒരു മലയാളത്തിൽ ഇതിനെ തർജ്ജമ ചെയ്തിട്ടും ചുറ്റും തമോമയമായിരുൾ മൂടവെ മുറ്റും ഈ രാത്രിയിൽ ഏകാകിയാണ് ഞാൻ, കൂട്ടിനൊരു തോഴനില്ലായ്മയാൽ പിന്നെ എന്താണ് നിദ്ര പറന്നുപോയി, നിദ്ര ഉറക്കം വരുന്നില്ല എന്ന് പറയുന്നത്. ഈശ്വരൻ സത്യമാണ്, ഈശ്വര ശിക്ഷകൾ ആശു മറക്കുകിൽ ആടും ഈ കട്ടിലും എന്നാണ് പറയുന്നത്. അപ്പം ഉമർ ആ വീടിന് അടയാളിട്ട് എന്നിട്ട് പോയി. പിറ്റേന്ന് വന്നിട്ട് ചോദിച്ചപ്പോൾ അവരുടെ ഭർത്താവ് എന്തിനു പോയതാണ്? ജിഹാദിന് പോയതാണ്, ജിഹാദിന് വേണ്ടി പോയതാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഭർത്താവിൻ്റെ സാന്നിധ്യം മാസങ്ങളായി നഷ്ടപ്പെട്ട് അതിനാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ അസ്വസ്ഥത പറയുന്നത്. അപ്പോൾ ഉമർ ഭർത്താവിനെ വിളിപ്പിച്ച്, യുദ്ധം മുഖത്തുനിന്ന് ഭർത്താവിനെ വിളിപ്പിച്ച്, എന്നിട്ട് പിന്നെ ഉമർ നിയമം കൊണ്ടുവന്നു 4 മാസത്തിലേറെ ഭർത്താവ് പിന്നെ ഭാര്യമാരിൽ നിന്ന് വിട്ടു നിൽക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു നിയമം പ്രഖ്യാപിച്ചത് അതിനെ തുടർന്നാണ്. ഏതായാലും ഇവിടെ വിഷയം ഉണ്ടല്ലോ, ഈ ഇതൊക്കെ ഇതാണ് മവദ്ദത്ത്, ഇതാണ് റഹ്മത്ത്, അതിൻ്റെ ഈ പ്രതിഫലനങ്ങൾ. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല തീർത്തും പിന്നെ അകലങ്ങളിൽ, വ്യത്യസ്ത കുടുംബങ്ങളിൽ, സാഹചര്യങ്ങളിലൊക്കെ കഴിഞ്ഞുകൂടിയ രണ്ടാളുകളെ ഒരു നിക്കാഹിലൂടെ അടുപ്പിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഈ സുക്കൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്ന പടക്കുന്ന മവദ്ദത്ത് റഹ്മത്ത് വലിയ ദൃഷ്ടാന്തമാണ്, വലിയ ദൃഷ്ടാന്തമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവസാനിപ്പിച്ച് നോക്കി, ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. ഇന്ന ഫീ ദാലിക്, തീർച്ചയായും ഇതിലുണ്ട്, ലആയാതിൻ, ലആയത്തല്ല ഒരു ദൃഷ്ടാന്തമല്ല, പിന്നെ ലആയാതിൻ എന്നാണ്, ഇതിൽ തന്നെ ദൃഷ്ടാന്തങ്ങൾ എന്നാ പറഞ്ഞത്. ഒരു ദൃഷ്ടാന്തമല്ല, ഇതിൽ തന്നെ എന്താണ് പല ദൃഷ്ടാന്തങ്ങളാണ്. ആർക്കാണത്? ലിഖൗമിൻ യതഫക്കറൂൻ, ഈ ഒരു പിന്നെ ഇണകളിൽ നിന്ന് നിങ്ങൾക്കായി, അതെല്ലക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നിലനിൽപ്പിന്, പിന്നെ നിങ്ങളുടെ പിന്നെ ജീവിത തുടർച്ചയ്ക്ക്, നമ്മൾ മനുഷ്യർ ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണകളിൽ നിന്ന് പിന്നെ നമുക്കുള്ള ഇണകളെ നമ്മളിൽ നിന്ന് സൃഷ്ടിച്ചു എന്നുള്ളത്, അതേപോലെ തന്നെ അതിൽ സമാധാനം കാണാൻ അള്ളാഹു ഈ മവദ്ദത്ത് റഹ്മത്ത് നിശ്ചയിച്ചു എന്നുള്ളത്, ഇതെല്ലാം ദൃഷ്ടാന്തങ്ങളാണ്. ഒരു ദൃഷ്ടാന്തമല്ല, ആയാതി ധാരാളം ദൃഷ്ടാന്തങ്ങൾ എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ലിഖൗമിൻ യതഫക്കറൂൻ, ആർക്കാണ്? ലിഖൗമിൻ, ഒരു വിഭാഗത്തിന്. ആ വിഭാഗത്തിൻ്റെ പ്രത്യേകത യതഫക്കറൂൻ എന്നാണ്. തഫക്കുർ, എന്താ യതഫക്കർ? തഫക്കുർ തഫക്കുർ, തഫ്കീർ, ഫിക്രയിൽ നിന്നാണ് അല്ലേ? ഫിക്ർ, ഫിക്രത്ത്. എന്തുകൊണ്ടാണ് ഫിക്രത്ത്? ഫിക്രത്ത് എന്തുകൊണ്ടാണ്? അഖിൽ എന്തുകൊണ്ടാണ്? ഫിക്രത്ത് അല്ലേ ചിന്ത, ഫിക്രത്ത് ചിന്തയാണ്. ചിന്താമണ്ഡലം ഏതാണ്?
ദിമാഗ് തലച്ചോറാണ് അല്ലേ, തലച്ചോറ്. താക്കുലുണ്ട്, താക്കുൽ അഖിൽ. തഫക്കുർ അത് ഫിക്രത്ത് ചിന്ത, ചിന്തിക്കൽ. ഇത് ദിമാഗ് തലച്ചോറ് ഉപയോഗിച്ചിട്ട് അല്ലേ. താക്കുലുണ്ട്, അഖിൽ അത് ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ എന്നല്ലേ. പിന്നെ അതിൻ്റെ അത് മനസ്സാണ്, കൽബ്. കൽബ് കൊണ്ടാണ് എന്ത് അഖിൽ, താക്കുൽ. പിന്നെ ദിമാഗ് കൊണ്ടാണ്, തലച്ചോറ് കൊണ്ടാണ് എന്ത് ഫിക്ർ, ഫിക്ർ ചിന്ത ദിമാഗ് കൊണ്ടാണ്. പക്ഷേ ഈ താക്കുൽ അഖിൽ യഅഖിലൂന ബിഹാ എന്ന് പറഞ്ഞല്ലോ, ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ പറഞ്ഞേ. കൽബുണ്ട്, പക്ഷേ കൽബുണ്ട് അവരെന്തില്ല, ഗ്രഹിക്കണില്ല എന്ന് പറഞ്ഞത്. ഈ അഖില് അത് കൽബ് കൊണ്ടാണ്. കൽബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇതല്ല, എന്താ പറയുക, ദേവദാരു പോലത്തെ ഈ കായ കൊണ്ടല്ല. പിന്നെയോ കൽബ് എന്ന് പറഞ്ഞാൽ മനസ്സ്, മനസ്സുകൊണ്ടാണ് അഖിൽ. ഈ അഖിൽ എന്താണ് ശരിക്കും? അഖിൽ പറഞ്ഞാൽ ബന്ധിക്കലാണ്, ബന്ധിക്കലാണ്. ഒരാളെ നന്മയിൽ തളച്ചിടുന്നത്, തിന്മയിൽ നിന്ന് അയാളെ വലിക്കുന്നത് എന്താണ് അയാളുടെ, അതാണ് അഖിൽ. അത് മനസ്സുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് മനസ്സുണ്ടെങ്കിൽ ചെയ്തു, എനിക്ക് മനസ്സുണ്ടെങ്കിൽ ചെയ്തോ, എനിക്ക് മനസ്സില്ല ചെയ്യണ്ട അല്ലേ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഒരു നല്ല മനസ്സ് എന്ന് പറയും, നല്ല നല്ല തലച്ചോറ് എന്നല്ല പറയാം. ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഒരു നല്ല മനസ്സ്. ഒരു ക്രൂരത ചെയ്തിട്ടുണ്ടെങ്കിൽ ഒട്ടും മനസ്സില്ലാത്ത അല്ലേ, മനസ്സാക്ഷി ഇല്ലാത്തൊരു പരിപാടി അവൻ ചെയ്ത്, അതൊക്കെ മനസ്സാണ്. മനസ്സ് ദിമാഗല്ല, മനസ്സ് കൽബാണ്. അപ്പോൾ ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണ്ട എന്നുള്ളത് നമ്മളുടെ കൽബ് കൊണ്ടാണ്, മനസ്സുകൊണ്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ചിന്ത അതിൻ്റെ സ്ഥലം ദിമാഗാണ്. മനസ്സ് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിന് തലച്ചോറുമായിട്ട് ബന്ധമുണ്ട്, തലച്ചോറിലേറെ ബന്ധം മനസ്സിനോടെയാണ്, കൽബാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിനോട് ചോദിച്ചു നോക്ക് നടത്തിയെങ്കിൽ എവിടേക്കാ ചൂണ്ട, തലയിലേക്കല്ല ചൂണ്ട, കൽബിലേക്കാ ചൂണ്ട. മനസ്സിലായി? രണ്ടും പറയും. കൽബ് ഞാൻ പറഞ്ഞില്ലേ, ഈ ദേവദാരക്കായ പോലത്തെ നമ്മളുടെ ഉണ്ടല്ലോ ഈ മാംസപിണ്ഡം, അതിന് കൽബ് പറയും. ഇന്ന ഫിൽ ജസദ്, പിന്നെ ജസദി മുദ്ഗത്തുൻ ഇദാ സലഹത് സലഹൽ ജസദു കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ് എന്ന് പറയും. അത് കൽബ്, മനസ്സിലായി? അതിന് പറയും. ഒപ്പം കൽബ് പറയും ആർക്ക്? മനസ്സിന്. മനസ്സ് ചിന്തിക്കുക, ഈ ഉണ്ടല്ലോ ഈ അഖലുമായി ബന്ധപ്പെട്ടുള്ളതൊക്കെ എന്താണ്? മനസ്സാണ്, മനസ്സാണ്. മനസ്സിൻ്റെ സ്ഥാനം ഉണ്ടല്ലോ അത് പിന്നെ കൽബ് മാത്രം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ കൽബ് എന്താണ് അതിൽ പ്രധാനമാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ മനസ്സുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കൊടുക്കാൻ ചൂണ്ട, തലയിക്കല്ല ചൂണ്ട. ചിന്തയുമായി ബന്ധപ്പെട്ട് തലയിലേക്ക് ചൂണ്ടും, പക്ഷെ മനസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ചൂണ്ട കൊടുക്കുക കൽബിലേക്കാണ് ചൂണ്ട. കൽബാണ് അതിൻ്റെ മുഖ്യസ്ഥാനം, മുഖ്യസ്ഥാനം. ഖലാസ്. ഏതായാലും ഇവിടെ വിഷയം ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. ചിന്തിക്കുന്നവർക്ക് എന്തുണ്ട് ഇതിൽ? ദൃഷ്ടാന്തങ്ങൾ പലതാണ്. ലആയാതിൻ, പല ദൃഷ്ടാന്തങ്ങളാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. മനസ്സിലായി? അത് നമുക്കൊക്കെ ഓരോരുത്തർക്കും പിന്നെ അറിയുന്ന അനുഭവവേദ്യമായിട്ടുള്ളൊരു വിഷയം. വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർദി വഖ്തിലാഫു അൽസിനതികും വഅൽവാനികും ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിൽ ആലിമീൻ എന്നാണ്. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ വമിൻ ആയാതിഹി, മൂന്നാമത്തേത് തന്നെയാണ് അള്ളാഹുവിൻ്റെ കഴിവിനെ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ അറിയിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകളിൽ പെട്ടതാണ്. വമിൻ ആയാതിഹി, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ പെട്ടതാണ് എന്ത്? ഖൽഖുസ് സമാവാതി വൽ അർദ്, എന്താ? സമാവാത്തിൻ്റെ സൃഷ്ടിപ്പ്, വൽ അർദ് ഭൂമിയുടെ, ഭൂമി ആകാശങ്ങൾ ഇതിൻ്റെ സൃഷ്ടിപ്പ്. വഖ്തിലാഫു അൽസിനതികും വഅൽവാനികും, എന്താ? വഖ്തിലാഫു അൽസിനതികും, ലിസാൻ എന്നതിൽ നിന്നാണ് അൽസിനത്ത്, അതിൻ്റെ ബഹുവചനാണ് ലിസാൻ. ലൗൻ എന്നതിൻ്റെ ബഹുവചനാണ് അൽവാൻ. ലിസാൻ, അൽസിനത്ത്. എന്താ ലിസാൻ? നാവ്. ഇവിടെ ഉദ്ദേശം നാവ് കൊണ്ട് ഏറ്റവും കൂടുതൽ പിന്നെ പ്രതിഫലിപ്പിക്കുന്ന ഭാഷ, ഭാഷ.
ഭാഷക്ക് വെറും നാവ് മാത്രമല്ല, നാവ് കൊണ്ട് മാത്രമല്ല ഭാഷ. പിന്നെ ഭാഷ എന്തുണ്ട്? ആംഗ്യല്ലേ? ആംഗ്യത്തിലൂടെ പിന്നെ നമ്മൾ ആശയം പറയില്ലേ? ഇപ്പോൾ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം ഫഔഹ ഇലൈഹിം അൻ സബ്ബിഹു ബുക്റതൻ വഅശിയ, മൗനവ്രതാണ് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷെ ആംഗ്യ ഭാഷയിലൂടെയാണ് എന്ത് ചെയ്തത്? അവർക്ക് കാണിച്ചു കൊടുത്തത് അല്ലേ? ഒരുത്തൻ ഒരു സ്ത്രീയെ കണ്ടു, അവളെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ നദർതു ഇലൈഹ നദ്റതൻ ഫതഹയ്യറത് ദഖായിഖു ഫിക്രി ഫി ബദീഇ സിഫാതിഹ, ഞാൻ അവളൊന്ന് നോക്കി, ആ നോട്ടത്തിൽ ഞാൻ ആകെ പരിഭ്രമിച്ചു പോയി, അത്ര സൂക്ഷ്മമായി വളരെ സുന്ദരിയാണ്. ഫഔഹ ഇലൈഹ തറഫു അന്നി ഉഹിബ്ബുഹ ഫഅസറ ദാകൽ വഹ്യു ഫി വജനാതിഹ. അപ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് അവൾക്കൊരു വഹ്യ് നൽകി. എന്ത്? അന്നി ഉഹിബ്ബുഹ, എന്താ? ഐ ലവ് യു എന്ന് കണ്ണുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഞാൻ വഹ്യ് നൽകിയത്. ഫഅസറ ദാകൽ വഹ്യു ഫി വജനാതിഹ, എൻ്റെ ആ ബോധനം അവളുടെ കവിൾത്തടത്തിൽ നന്നായി പ്രതിഫലിച്ചു എന്നാണ്. അവിടെ ഉണ്ടല്ലോ, ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ളത് അയാൾ അറിയിച്ച ഭാഷ ഏതാണ്? കണ്ണുകൊണ്ടുള്ള ഭാഷയാണ്, കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ ഈ ഭാഷ ഇപ്പോൾ ആംഗ്യ ഭാഷയും അല്ലാത്ത ഭാഷയൊക്കെ ഉണ്ട്, പറയാം ഇൻഷാ അല്ലാഹ് ഭാഷയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇവിടെ പക്ഷേ ഈ ഭാഷ അത് ഉണ്ടാക്കുന്നതും സംസാര ഭാഷ ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ അതിന് പ്രതിഫലിപ്പിക്കുന്നതും അതിൽ മുഖ്യ പങ്കാരിക നാവിനാണ്, ലിസാനാണ്. അതിനെ പറയാം അതിൻ്റെ വിഷയം. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഈ ലിസാൻ എന്ന് ഭാഷയ്ക്ക് പേര് വന്നത്. നമുക്കിത് വന്നല്ലോ അല്ലേ? ബിലിസാനിൻ അറബിയിൽ മുബീൻ അല്ലേ? എവിടെ വന്ന്? സൂറത്ത് യൂസുഫിൻ്റെ തുടക്കത്തിൽ വന്നില്ലേ? ലിസാനുല്ലദീ യുൽഹിദൂന ഇലൈഹി അഅജമിയ്യുൻ വഹാദാ ലിസാനുൻ അറബിയ്യുൻ മുബീൻ. ലിസാനുല്ലദീ യുൽഹിദൂന ഇലൈഹി അഅജമിയ്യുൻ വഹാദാ ലിസാനുൻ അറബിയ്യുൻ മുബീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ജബർ അൽ ഹബ്റമി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദഅവത്തെടുത്തായിരുന്നു മക്കയിൽ. സഫ മർവൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ദഅവത്തെടുത്തു. അപ്പോൾ മക്കാർ പറയാണ്, അയാൾ നസ്രാനിയായിരുന്നു, മക്കയിൽ നസ്രാനിയായിരുന്നു ഈ ജബർ. അപ്പോൾ മക്കാർ പറയണം, ഓ മുഹമ്മദ് ഉണ്ടല്ലോ മർവയിൽ പോയിട്ട് ഇങ്ങനെ ആ നസ്രാനിനോട് സംസാരിക്കണുണ്ടല്ലോ, നസ്രാനിയിൽ നിന്ന് ഇങ്ങോട്ട് കേൾക്കുകയാണ്, എന്നിട്ട് ആ നസ്രാനി പറഞ്ഞു കൊടുക്കുന്ന കഥ അതാണ് മുഹമ്മദ് എന്ത് ചെയ്യണത്? ഖുർആനാണെന്നുള്ള വ്യാജേന നമ്മളോട് പറയുന്നതെന്ന് പറയണം. അപ്പോൾ അള്ളാഹു അതിനെ എതിർക്കുകയാണ്. അള്ളാഹു പറയാണ് ലിസാനുല്ലദീ യുൽഹിദൂന ഇലൈഹി അഅജമിയ്യുൻ. ഈ ജബർ ഉണ്ടല്ലോ, അയാൾ അറബിയല്ല, അയാൾ അഅജമിയാണ്, അനറബിയാണ്. ഇത് ലിസാനുൻ അറബിയുൻ മുബീൻ, ഇത് വ്യക്തമായ അറബി ഭാഷയാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു അനറബി വ്യക്തമായ അറബി ഭാഷ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെ എതിർക്കണം. അവിടെ ലിസാന് പറഞ്ഞു, അത് ഭാഷക്കാണ് പറഞ്ഞത്, മനസ്സിലല്ലേ? ഏതായാലും പിന്നെ അതിൻ്റെ ബഹുവചനാണ് അൽസിനത്ത്. വഖ്തിലാഫു അൽസിനതിക്കും, നിങ്ങളുടെ ഭാഷകളുടെ ഇഖ്തിലാഫ്. വ്യത്യസ്തത, വൈവിധ്യം. വഖ്തിലാഫു അൽസിനതിക്കും, നിങ്ങളുടെ ഭാഷകളുടെ വൈവിധ്യവും. വ അൽവാനിക്കും, നിങ്ങളുടെ വർണ്ണങ്ങളുടെ വൈവിധ്യവും. അൽവാൻ, ലൗന്, അൽവാൻ വർണ്ണങ്ങൾ. അൽവാനിക്കും, നിങ്ങളുടെ വർണ്ണങ്ങളുടെ ഇഖ്തിലാഫ്, വൈവിധ്യവും. എന്താണ്? മിൻ ആയാതി. ഷുഫ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചേർത്ത് പറച്ചിൽ നോക്കി നിങ്ങൾ. ആകാശങ്ങളുടെ സൃഷ്ടിപ്പ്, ഭൂമിയുടെ സൃഷ്ടിപ്പ്, പിന്നെ അതിലേക്കാണ് ചേർക്കണ ആരെ? വഖ്തിലാഫു അൽസിനതിക്കും വ അൽവാനിക്കും, ഭാഷകളുടെയും വർണ്ണങ്ങളുടെയും വൈവിധ്യവും. എന്താണ്? മിൻ ആയാതിഹി എന്നാണ്. വാനങ്ങളുടെ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ, ഭൂമിയുടെ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ വാനങ്ങൾ. ഇപ്പം നമ്മൾ സൂറത്തുൽ ലുഖ്മാനിൽ ബിഗൈരി അമദിൻ തറൗനഹ അല്ലേ, ഒരു തൂണുമില്ലാതെയാണ് വാനങ്ങളെ സ്ഥാപിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇനി സ്ഥാപിക്കപ്പെട്ട ഈ വാനങ്ങൾ അത് ശക്തമായ മേൽക്കൂരയാണ്, സഖഫൻ മഹ്ഫൂദാണ്. അതിനെ മുകളിലൊന്ന് കെട്ടിത്തൂക്കി നിർത്തിയിട്ടില്ല, തൂണുകൊണ്ട് ഇതിനെ സ്ഥാപിച്ചിട്ടില്ല.
ശക്തമായ മേൽക്കൂരയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. അതിൽ പിന്നെ പടപ്പുകൾ എത്ര എണ്ണം അല്ലേ? അതിൽ ആകാശഗോളങ്ങളുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, നക്ഷത്രങ്ങൾ ഗാലക്സികളായി, ഗാലക്സികളുടെ കൂട്ടങ്ങൾ ക്ലസ്റ്ററുകളായി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലച്ചോറ് പിന്നെ പകച്ചു പോകുന്ന രീതിയിലുള്ളതായ അത്ഭുതങ്ങളാണ്. പിന്നെ അതിൽ മലക്കുകൾ, വാനങ്ങളിൽ 4 വിരലുകൾ വെക്കാൻ ക്യാപ്പില്ലാതെയാണ് മലക്കുകൾ. ഇമ്മറാക്കിയോൻ ഔസാജിദ്, ഒന്നുകിൽ ഒരു മലക്ക് റുക്കോയിലാണ് അല്ലെങ്കിൽ ഒരു മലക്ക് സുജൂദിലാണ്. ഈ പിന്നെ പ്രപഞ്ചം അതിൽ ആകാശത്തിൽ അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ സംവിധാനിച്ചിട്ടുള്ളത്. സപ്തവാനങ്ങൾ, ഇതിൻ്റെ സൃഷ്ടിപ്പ്, പിന്നെ ഭൂമിയുടെ സൃഷ്ടിപ്പ്, ഭൂമിയിൽ ഉള്ള സൃഷ്ടിചരാചരങ്ങൾ, അതിൽ ഓരോന്നും മനുഷ്യനാകട്ടെ മനുഷ്യനല്ലാത്തതാകട്ടെ ഇതര സൃഷ്ടികളൊക്കെ നമ്മൾ എന്തൊക്കെ അത്ഭുതങ്ങൾ പഠിക്കുന്നുണ്ട് ഈ ശാസ്ത്രം പഠിക്കുമ്പോൾ. അതിലേക്കാണ് എന്തിനെ ചേർക്കുന്നത്? വഖ്തിലാഫു അൽസിനത്തിക്കും വൽവാനിക്കും. ഈ ദൃഷ്ടാന്തങ്ങൾ 4 അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടുതൽ വിശദീകരിക്കുന്നത് നമുക്കറിയുന്നതാണ്. ഇഖ്തിലാഫു അൽസിനത്തിക്കും അൽവാനിക്കും, അത് കുറേ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ലിസാനുകളുടെ വൈവിധ്യം, ഭാഷകളുടെ വൈവിധ്യം, അതേപോലെ വർണ്ണങ്ങളുടെ വൈവിധ്യം, അതും മിൻ ആയാത്തിഹി എന്നാണ്. എന്താണ് ഈ ഭാഷകളുടെ വൈവിധ്യത്തിൽ ദൃഷ്ടാന്തം? എന്താണ് ഈ ഭാഷ? ഭാഷകൾ തന്നെ ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ സംസാര ഭാഷ ഉണ്ടല്ലോ, സംസാര ഭാഷ അല്ലാത്ത ഇതര ഭാഷ നമ്മൾ പറഞ്ഞതിൻ്റെ ഉദാഹരണം പറഞ്ഞില്ലേ? കണ്ണിൻ്റെ ഭാഷ പറഞ്ഞു, സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാഷ പറഞ്ഞു, പിന്നെ ഇപ്പം ഉറുമ്പുകളുടെ ഭാഷ അല്ലേ, ഹുദൂദിൻ്റെ ഭാഷ ഒക്കെ നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞു. ഇവിടെ അൽസിനത്തിക്കും നിങ്ങളുടെ ഭാഷയാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമയും ഹവ്വയും അല്ലേ, അവിടുന്നാണ്, അതാണ് പ്രഭവം, തുടക്കം. അവിടുന്ന് ഇങ്ങോട്ട് മനുഷ്യ സഞ്ചയം അല്ലേ, മനുഷ്യരുടെ വ്യാപനത്തിനനുസരിച്ച് ഭാഷകൾ എന്ത് ചെയ്തു അല്ലേ, പലതായില്ലേ, പലതായി. എത്ര ഭാഷകൾ ലോകത്ത് എത്ര ഭാഷകൾ അല്ലേ? ഓരോ നാട്ടുകാർക്കും എത്ര ഭാഷകൾ, ഓരോ നാട്ടുകാർക്കും എത്ര ഭാഷകൾ. ഇന്ത്യയിൽ എത്ര ഭാഷകൾ? 450-ലേറെ ഭാഷകൾ. അത് ഇന്ത്യയിൽ മാത്രമല്ല, യൂറോപ്യൻ നാടുകളിൽ എത്ര ഭാഷകളുണ്ട്, അമേരിക്കൻ ഐക്യനാടുകളിൽ എത്ര ഭാഷകളുണ്ട്. ഭാഷകളെടുത്ത് നോക്കിയിട്ടെങ്കിൽ അറിയാം എൻ്റെ എണ്ണം. പിന്നെ പക്ഷെ ധാരാളം ഭാഷകളുണ്ട്. ആഫ്രിക്കൻ നാടുകളിൽ ഭാഷകളുണ്ട്. ആഫ്രിക്കയിലുള്ളതിനേക്കാൾ കൂടുതൽ യൂറോപ്യൻ നാടുകളിലും അമേരിക്കൻ ഐക്യനാടുകളിലൊക്കെ ധാരാളം ഭാഷകളുടെ വിഷയം. ഇനി ഈ ഭാഷകളുടെ ഉപഭാഷകൾ അല്ലേ, ഉപഭാഷകൾ, അതേപോലെ തന്നെ ഭാഷകളുടെ വകഭേദങ്ങൾ. ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അടുക്കലേക്ക് ഒരു പെണ്ണ് വന്നു. പെണ്ണ് വന്നിട്ട് പറയണം, അമീറുൽ മുഅ്മിനീൻ ഇന്ന ബഅലി അബദ ഹഖ്ഖി, ഇന്ന ബഅലി അബദ ഹഖ്ഖി. ബഅലി എൻ്റെ ഭർത്താവ്, അബദ ഹഖ്ഖി എൻ്റെ ഹക്ക്, അവകാശം ഹനിച്ചു, ഉപേക്ഷിച്ചു, ഒഴിവാക്കി. വതറക്കൽ വസീബ റഹ്വൻ, അദ്ദേഹം വസീദ് അൽ വസീദിനെ റഹ്വായിട്ട് ഉപേക്ഷിച്ചു. ലി അലൈഹി മുഹൈമിനുൻ ഫഹല്ലി അലൈഹി മുസൈത്തിറുൻ എന്ന് ചോദിച്ചതാണ്. ഉമർ റളിയല്ലാഹു പറഞ്ഞു, നിങ്ങൾ സംസാരിച്ചതൊന്നും എനിക്ക് മനസ്സിലായില്ല, എന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ആ മഹദി പറഞ്ഞത് അത്രയും ഖുർആനിലുള്ളതാണ്, പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ചോദിച്ചു? പറയാണ്, ഇന്ന ബഅലി, ആർക്കാണ്? ഭർത്താവിന് പറയും അല്ലേ, ഹാദാ ബഅലി ഷെയ്ഖാറില്ലേ, ആരാണ്? സാറ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ ഇബ്രാഹിം നബിനെ ചൂണ്ടിട്ടുള്ള ഹാദാ ബഅലി, എൻ്റെ ഭർത്താവ് ഷെയ്ഖ് വൃദ്ധനാണെന്നല്ലേ. അപ്പോൾ ഇന്ന ബഅലി, എൻ്റെ ഭർത്താവ്, അബദ ഹഖി, അബദ എന്നാണ് എന്താ? നമ്മൾ സാധാരണ അബദ യാബുദ് മനസ്സിലാക്കി ആരാധിച്ചു എന്നാണ്. പക്ഷേ ഇൻകാനിൽ റഹ്മാനി വലദൻ ഫഅന അവ്വലുൽ ആബിദീൻ എന്നാണ്. എന്താ? റഹ്മാനായ അള്ളാഹ്ക്ക് സന്തതി ഉണ്ടെങ്കിൽ അന അവ്വലുൽ ആബിദീൻ എന്നാണ്. ആ സന്തതിയെ ഒഴിവാക്കുന്നവരിൽ ആദ്യത്തെ ആൾ ഞാനാണെന്നാണ്, ഉപേക്ഷിക്കുന്നതിൽ, ഒഴിവാക്കുന്നതിൽ. അപ്പോൾ അബദ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു എന്ന് അർത്ഥമുണ്ട്. അപ്പോൾ എൻ്റെ ഭർത്താവ് അബദ ഹഖി, എൻ്റെ അവകാശം ഹനിച്ചു,
ഉപേക്ഷിച്ചു. വതറക്കൽ വസീദ റഹ്വൻ, അദ്ദേഹം വസീദിനെ റഹ്വായി വിട്ടു എന്നാണ്. വസീദ് എന്ന് പറഞ്ഞെങ്കിൽ വകൽബുഹും ബാസിത്തുൻ ദിറാഇഹി അലൽ വസീദ്. വസീദ് എന്ന് പറഞ്ഞാൽ ബാബ്, വാതിൽ, ഡോർ. അദ്ദേഹം ഡോർ തുറന്നിട്ടു, ഉപേക്ഷിച്ചു. റഹ്വൻ, റഹ്വൻ എന്ന് പറഞ്ഞാൽ വത്രുക്കിൽ ബഹ്റ റഹ്വൻ എന്ന് പറഞ്ഞില്ലേ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം സമുദ്രത്തിൽ വടിയടിച്ചപ്പോൾ സമുദ്രം പിളർന്നു. അതിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇന്ത്യയിൽ അതിൽ പ്രവേശിച്ചു. അള്ളാഹു പറയാണ് വത്രുക്കിൽ ബഹർ റഹ്വൻ, ഇനി സമുദ്രം കൂട്ടണ്ട, പിന്നെയോ അത് തുറന്നു കിടക്കട്ടെ എന്നാണ്. റഹ്വൻ എന്ന് പറഞ്ഞാൽ മഫ്തൂഹൻ, തുറന്നു കിടക്കട്ടെ. കാരണം എന്താ, ഫിറോവിനെയും കൂട്ടരെ അതിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അള്ളാഹു പറയണത് അതിനെ തുറന്നു തന്നെ ഇരിക്കട്ടെ എന്നാണ്. അവിടെ റഹ്വൻ എന്നാ പ്രയോഗിച്ചത്. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞതാണ്, ഭർത്താവ് പോയി വാതിൽ തുറന്നിട്ടുകൊണ്ട്. എന്നിട്ട് പറയാണ് ലി അലൈഹി മുഹൈമിനുൻ, ഭർത്താവിനെതിരിൽ എൻ്റെ അടുക്കൽ എന്തുണ്ട്, മുഹൈമിനുണ്ട്. മുഹൈമിൻ എന്ന് പറഞ്ഞാൽ ഷാഹിദ്, സാക്ഷി. ഖുർആനെ കുറിച്ച് പറഞ്ഞില്ലേ മുഹൈമിനാണ്. മുഹൈമിനുൻ അലൈഹി എന്ന് പറഞ്ഞത് പൂർവ്വവേദങ്ങൾക്ക് ഖുർആൻ ഷാഹിദാണ്, സാക്ഷി എന്നാണ്. അതുകൊണ്ട് ഫഹല്ലീമിൻ മുസൈത്തിർ, എനിക്ക് വല്ല മുസൈത്തിറും ഉണ്ടോ എന്ന് ചോദിക്കാണ്. മുസൈത്തർ എന്ന ഹാക്കിം, വിധികർത്താവ്. അത് ഖുർആനിൽ വന്നാണ് മുസൈത്തിർ എന്നുള്ളത്. ആദ്യം അവർ കേട്ട് പറയണത് എനിക്കൊന്നും മനസ്സിലായില്ല നിങ്ങൾ പറഞ്ഞത്. പറയുമ്പോൾ അവർ പറഞ്ഞത് വളരെ സ്ഫുടമായ അറബിയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തന്നെയാണ് പറഞ്ഞത്. അവർ പറഞ്ഞൊക്കെയും ഖുർആനിലാണ്ട് എന്നെ വിശദീകരിച്ചു കൊടുക്കുന്നത്. പറഞ്ഞത് എന്താ വെച്ചാൽ ഭാഷകളുടെ വൈവിധ്യങ്ങൾ, പല ഭാഷകൾ, അത് അള്ളാഹുവിൻ്റെ വൈവിധ്യം, അത് അള്ളാഹിൻ്റെ ഭാഷകൾ തന്നെ ധാരാളം. പേർഷ്യൻ ഭാഷ, റോമൻ ഭാഷ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഉള്ള ഭാഷകൾ റസൂലുള്ളാഹി ചിലതൊക്കെ പ്രയോഗിച്ച ഹദീസിൽ കാണാം. കിഹിൻ എന്ന് റസൂലുള്ളാഹി പ്രയോഗിച്ചു. ഹസൻ റളിയല്ലാഹു തആല അൻഹു സദക്കൻ്റെ ഒരു കാരക്കത്ത് തൊള്ളിയിലിട്ട് കുട്ടി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേഗം തൊള്ളിയിൽ കൈയിട്ടതെന്ന് വാങ്ങി, എന്നിട്ട് അല്ലെങ്കിൽ പറഞ്ഞു കിഹ് എന്ന് പറഞ്ഞു. കിഹ് എന്ന് പറഞ്ഞാൽ പേർഷ്യൻ ഭാഷയാണ്, തുപ്പാൻ പറയാണ്. എന്നിട്ട് പറയാണ് സദക്ക നമുക്ക് പറ്റൂല എന്നുള്ളത് നിനക്കറിയില്ലേ എന്ന് പറഞ്ഞു എന്നാണ് കിഹ്. അതേപോലെ തന്നെ ഹബശയിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടി ഉമ്മു ഖാലിദ് എന്ന് പറയും. അവർ നല്ല മഞ്ഞ ഉടുപ്പിട്ടിട്ട് വന്നു റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക്. അപ്പോൾ പെൺകുട്ടി വന്നപ്പോൾ റസൂലുള്ളാഹി പറയാണ് സന 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 എന്ന് പറഞ്ഞാൽ എന്താ, നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട് എന്നാണ്. ആ സന എന്നുള്ളത് ഹബശൻ ഭാഷയാണ്, ഹബശക്കാരുടെ ഭാഷയാണ്. അതേപോലെ റസൂൽ ഇങ്ങനെ ചിലപ്പോൾ ഇന്ന ജാബിറൻ ഖദ് സനഅ ലക്കും സുഉറൻ, സുഉറൻ എന്ന് പറയും. സുഉർ എന്ന് പറഞ്ഞാൽ ഭക്ഷണം, പാർട്ടി. അത് പേർഷ്യൻ പ്രയോഗം, പേർഷ്യൻ ഭാഷയാണ് സുഉർ. ഖന്തഖ് യുദ്ധത്തിൻ്റെ സമയത്ത് പിന്നെ ജാബിർ റളിയല്ലാഹു തആല അൻഹു പിന്നെ ഒരു പാറ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പ്രയാസപ്പെട്ടപ്പോൾ റസൂലുള്ളാഹിനെ വിളിക്കുന്നുണ്ട് എല്ലാവരും. അപ്പോൾ റസൂലുള്ളാഹി എന്ത് ചെയ്തു, ആ പാറ ഇങ്ങനെ പിന്നെ പൊട്ടിച്ചപ്പോൾ കൈ പൊന്തിച്ചിട്ട് ഇങ്ങനെ അടിച്ചപ്പോൾ ജാബിർ റസൂലുള്ളാഹിൻ്റെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയത് കണ്ട്. അപ്പോഴാണ് പിന്നെ ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി വിശപ്പ് കാരണത്താൽ 3 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല ആരും ഈ കിടന്നു ഒഴിക്കണ ആ സമയത്ത്. റസൂലുള്ളാഹി അങ്ങനെ തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ജാബിർ കല്ല് കണ്ട് ഇങ്ങനെ വയറ്റത്ത്, അത് കാണുന്നത് ഇതിങ്ങനെ പൊക്കിയപ്പോഴാണ്. അപ്പോൾ ജാബിർ വേഗം ഓടി വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ഭാര്യനോട് പറഞ്ഞ് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊരിഞ്ഞ വിശപ്പിലാണ് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയത് ഞാൻ കണ്ട്, നമ്മൾ തിന്നാൻ കൊടുക്കാണ്ടെന്ന് വെച്ചു. അപ്പം പറഞ്ഞ് നമ്മൾ താകുള്ളത് ഒരു ആട്ടുംകുട്ടിയുണ്ട്, പിന്നെ കുറച്ച് മാവുണ്ട്. അപ്പം പറഞ്ഞ ആ മാവ് കൊണ്ട് വേഗം നമുക്ക് പിന്നെ ഇതുണ്ടാക്കാം, റൊട്ടി അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാം, ഇതിനറക്കാൻ പറഞ്ഞു, ഈ ആട്ടുംകുട്ടിനെ അറക്കാൻ പറഞ്ഞു. അങ്ങനെ ആട്ടുംകുട്ടിനെ അറുത്തിട്ട് മാവ് കുറച്ച് ഭക്ഷണമുള്ളൂ, തുഅയ്യിം എന്നാണ്. താം എന്ന് പറഞ്ഞാൽ ഭക്ഷണം, തുഅയ്യിം എന്ന് പറഞ്ഞാൽ വളരെ പരിമിതം, കുറച്ച് ഭക്ഷണമേ ഉള്ളൂ ഉണ്ടാക്കിയേ. റസൂലുള്ളാഹിനെ വെല്ലം വിളിക്കാൻ പറഞ്ഞു ഭാര്യ, ഇനി കൂടെ വേണമെങ്കിൽ 1-2 ആളുകൾ ഇല്ല. അങ്ങനെ ജാബിർ റളിയല്ലാഹു ചെന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞു, റസൂലേ ഇങ്ങനെ ഇവർ ഭാര്യ ഇച്ചിരി ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങളും 1-2 ആളുകളും മാത്രം, അത്രേ ഉള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി വിളിച്ചറിയാണ്, യാ അഹ്ലൽ ഖന്തഖ്, ഖന്തഖ് വാസികളെ, ഇന്ന ജാബിറൻ ഖദ് സനഅ ലക്കും സുഉറൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് സുഉർ ഉണ്ടാക്കിയിരിക്കുന്നു. സുഉർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫാരിസിയാണ്, പേർഷ്യൻ ഭാഷയിൽ അതിന് വിരുന്ന് അല്ലെങ്കിൽ പിന്നെ ഭക്ഷണം എന്നതിന് പറയും, പാർട്ടി, ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് വരിയെന്ന് അറിയണം. അങ്ങനെ ഈ കിടങ്ങുവിനോടൊന്ന് ആളുകൾ ഇത് കണ്ടിട്ട് ആളുകളൊക്കെ പാടെ വരികയാണ്.
ആളുകൾ ഉണ്ടായിരുന്നു അത് തിന്നാൻ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് അനക്കണ്ട, അവിടെ തന്നെ വെക്കാൻ പറഞ്ഞു. പിന്നെ വളമ്പല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായി. അങ്ങനെ എന്ത് ചെയ്തു, ആളുകളോട് പറഞ്ഞാൽ ആരും തിരക്ക് കൂട്ടണ്ട, കാരണം എല്ലാവരും പൊരിഞ്ഞ് വിശന്നിട്ടാണുള്ളത്. അപ്പോൾ ഭക്ഷണം ഉണ്ട് നട്ടെങ്കിൽ എല്ലാവരും എന്ത് അവർ നിങ്ങളാരും തിരക്ക് കൂട്ടണ്ട, കുറച്ച് ആളുകളായിട്ട് വരാൻ പറഞ്ഞാൽ അങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളമ്പിയതാണ്. അങ്ങനെ എല്ലാവരും വിശപ്പ് മാറ്റി. പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശപ്പ് മാറ്റി. പിന്നെ റസൂലുള്ളാഹി എന്ത് ചെയ്തു, അത് കുറേ ഭക്ഷണം അവിടെ ശേഷിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞ് മദീനയിൽ കുറേ ആളുകൾ ഇനിയും വറുതിയിലും പട്ടിണിയാണ്, എല്ലാവർക്കും തിന്നാൻ കൊടുക്കാൻ പറഞ്ഞ്, കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞ്, ബാക്കിയുള്ളത് അവരോട് ഉപയോഗിക്കാൻ പറഞ്ഞ്, വീട്ടിൽ വെക്കാൻ പറഞ്ഞ സംഭവം. അല്ല കുല്ലിൻ അവിടെ പ്രയോഗിച്ചത് എന്താണ്? സൂർ, പേർഷ്യൻ ഭാഷയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഹബശൻ ഭാഷ പ്രയോഗിച്ചിട്ടുണ്ട്, പേർഷ്യൻ ഭാഷ പ്രയോഗിച്ചിട്ടുണ്ട്. ഈ ഇഖ്തിലാഫുൽ അൽസിന, ഭാഷകളുടെ ഇഖ്തിലാഫ്, ഇതെന്താ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാൻ്റെ ദൃഷ്ടാന്തം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഷയ്ക്ക് വേണ്ടിയിട്ട് പക്ഷം പിടിക്കുക, അല്ലെങ്കിൽ അതിന് പക്ഷപാതികളാവുക, അല്ലെങ്കിൽ അതിന് പിന്നെ ഒരു ഭാഷയോട് എതിരാകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണോ? അതൊരിക്കലും ശരിയല്ല. അറബി ഭാഷ ശരിയാണ്, അറബി ഭാഷയെ ശ്രേഷ്ഠമായ ഭാഷയാണ്. നമുക്ക് പറയാം അറബി ഏറ്റവും ശ്രേഷ്ഠമായ ഭാഷയാണ്. കാരണം എന്തുകൊണ്ട്? അറബി എന്താ ഖുർആൻ്റെ ഭാഷയാണ്, സുന്നത്തിൻ്റെ ഭാഷയാണ്, ആദരവിറ്റ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമുള്ള ഭാഷയാണ്. അറബി ഭാഷ ഇതര ഭാഷകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, തട്ടിച്ചു നോക്കുമ്പോൾ പല മേന്മകളാൽ വിശിഷ്ടമായ ഭാഷയാണ്. അതുകൊണ്ട് നമ്മൾ അറബി പഠിക്കണം. അറബി നമ്മളുടെ പിന്നെ നമുക്ക് സ്വാർത്ഥമായ ഭാഷയാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം, പഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എന്നുള്ളത് പറയാം. അറബി ഭാഷൻ്റെ മേന്മകളൊക്കെ പറയാം. അറബി അല്ലാത്തത് അതിനെ ഈകയിട്ടാനോ അല്ലെങ്കിൽ അറബി അല്ലാത്തത് മോശമെന്ന് വിധിക്കാനോ ഒരിക്കലും പാടുള്ളതല്ല. കാരണം എന്താ? ഈ ഇഖ്തിലാഫുൽ അൽസിനത്ത് എന്താണ്? അത് ആയാത്തി അള്ളാഹുവിൻ്റെ ആയത്തിൽപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിൻ്റെ കഴിവും അള്ളാഹിൻ്റെ റഹ്മത്തും ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ പറയുമ്പോഴാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഭാഷയോട് ശത്രു ആകേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഓരോ ഭാഷക്കാരും ആരാണ്? മൻ തകല്ലമ ബിൽ അറബിയ്യത്തി ഫഹുവ അറബിയ്യുൻ എന്നാണ്. അറബി ഭാഷ സംസാരിക്കുന്നവൻ അറബിയാണ്. അറബി ഭാഷ സംസാരിക്കുന്നവൻ അറബിയാണെന്ന് പറയുമ്പോൾ ഒരു ബംഗാളി മലയാളം സംസാരിക്കുകയാണെങ്കിൽ, നന്നായി സംസാരിക്കുകയാണെങ്കിൽ അവന് ബംഗാളി അല്ല, അവൻ മലയാളിയാണ്. എന്താ അങ്ങനെ പറയണമെങ്കിൽ നമുക്കൊരു തടസ്സം ഉണ്ടാകാൻ പാടുണ്ടോ? അറബി എന്ന് പറഞ്ഞെങ്കിൽ ഏതെങ്കിലും ഒരു നാട്ടിൽ താമസിക്കുന്നവൻ എന്നല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവിശ്യയിൽ നിന്നുള്ളവൻ എന്നുള്ളതല്ല. പിന്നെ അറബി എന്ന് പറഞ്ഞെങ്കിൽ അറബി ഭാഷ സംസാരിക്കുന്നവനാണ്. ആ അറബി ഭാഷ സംസാരിക്കുന്നവൻ എവിടെയാണെങ്കിലും അവൻ അറബിയാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഭാഷയും സംസാരിക്കുവാൻ ഒരാൾക്ക് പിന്നെ പ്രാവീണ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അയാൾ നിപുണനാണെങ്കിൽ ആ ഭാഷൻ്റെ ആളാണ് അയാൾ. മലയാളിയാണെങ്കിലും ബംഗാളിയാണെങ്കിലും ഓക്കെ. ഭാഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും ഒരു പിന്നെ ദേശത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ദേശീയതയുടെ ഒരു പിന്നെ പ്രത്യേക സ്വത്തൊന്നുമല്ല. എങ്ങനെ ഈ ഭാഷ ഉണ്ടാകുന്നത്? ഡോക്ടർ എങ്ങനെ ഒരു ഭാഷ ഉണ്ടാകുന്നത്, വരുന്നത്? ആളുകളുടെ എന്നല്ലേ പിന്നെ അനുഭവങ്ങളുടെ ഹസീലത്ത് എന്നതിന് പറയാം. ആളുകളുടെ അനുഭവങ്ങൾ, ജീവിതാനുഭവങ്ങൾ, അതിൻ്റെ ഒരു സമ്പാദ്യമാണ് ഈ ഭാഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പല പരീക്ഷണങ്ങളും ഇല്ലേ, ആളുകൾ പല പരീക്ഷണങ്ങൾ നടത്തി പല കണ്ടെത്തലുകളും നടത്തുന്നില്ലേ, പല കണ്ടെത്തലുകളും നടത്തും. ആ കണ്ടെത്തലുകൾ നടത്തുന്നത് പോലെ തന്നെയാണ് ഭാഷയും. അതുകൊണ്ട് തന്നെ ഒരു കണ്ടെത്തലിൻ്റെ ഒരു കണ്ടെത്തൽ നടത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു വിഭാഗം ആളുകൾ ഒരു കണ്ടെത്തൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങൾക്ക് മാത്രമുള്ളതാണ്, ഇതാരും ഇതിനെ അനുകരിക്കാൻ പാടുള്ളത്, അല്ലെങ്കിൽ ഇതാരും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതേപോലെയാണ് ഭാഷയും. അതിപ്പോൾ ഇപ്പം സംസ്കൃതം മറ്റുള്ളവരൊന്നും തൊടാൻ പാടില്ല, മറ്റുള്ളവരൊന്നും കേൾക്കാൻ പാടുള്ളതല്ല. സംസ്കാരം പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൻ്റെ പിന്നെ കാതിൽ ഈ ഒരുക്കി പാരണം, അത് ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഏതായാലും അള്ളാഹു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, വഖ്തിലാഫു അൽസിനത്തിക്കും, നിങ്ങളുടെ ഭാഷകളുടെ ഇഖ്തിലാഫ് അതെന്താണ്? അള്ളാഹുവിൻ്റെ ആയത്തുകളിൽപ്പെട്ടതാണ് എന്നാണ്. നമുക്ക് അതിൽ ചില വിഷയങ്ങളുണ്ട്, ചില
ഹുക്കുമുകൾ. ഇപ്പോൾ ഈ അറബി ഭാഷയ്ക്ക് വേണ്ടിയിട്ട് ചിലർ പക്ഷപാതിത്വം പിടിച്ചിട്ട് അറബി അല്ലാതെ സംസാരിക്കുന്നവരെ വിഗണിക്കുന്ന അവസ്ഥയിലും അതുമായി ബന്ധപ്പെട്ടും മറ്റ് വിഷയങ്ങളും ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നില്ല.